ഇനി നിങ്ങളുടെ ലാസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോണത്. ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, എക്സാമിന് വരിക. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ, അടിസ്ഥാന അളവുകൾ, ലെങ്ത്ത്, മാസ്, അങ്ങനത്തെ 7 നമ്മളില്ലേ, ലെങ്ത്ത്, മാസ്, ടൈം, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത, പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതേപോലെ തന്നെ പിന്നെ ലാസ്റ്റ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രത, അങ്ങനെ നമ്മൾ 7 പഠിച്ചില്ല. അത് നിർബന്ധമായിട്ട് പഠിക്കണം. അത് എന്താണ്, ഫണ്ടമെൻ്റലാണ്, അടിസ്ഥാനമാണ്. പിന്നെ അതല്ലാത്ത ഏത് കണ്ടാലും ഈ 7 വൃത്തിക്ക് പഠിക്കണം. എന്നാൽ അതല്ലാത്ത ഏത് കണ്ടാലും എന്തായിരിക്കും, അതെന്തായിരിക്കും, വ്യുൽപ്പന്നമായിരിക്കും അഥവാ ഡിറൈവ്ഡ് ആയിരിക്കും. അപ്പോൾ അടിസ്ഥാനമായിട്ട് ഈ ലോകത്ത് ആകെ 7 ഉള്ളൂ, 7 ഉള്ളൂ. അപ്പോൾ 7 നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ബാക്കി പിന്നെ ഇതുവരെ കൂട്ടത്തിൽ പെടില്ല. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ, ഒറ്റപ്പെട്ടത് കണ്ടെത്താൻ. ഓഡ് വൺ ഔട്ട് ഇൻ ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ അതേഴ്സ്. എന്തുകൊണ്ട് മറ്റുള്ളവരുടെ എന്തുകൊണ്ട് കൂട്ടത്തിൽപ്പെടാത്തത്, അതായത് മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതണം. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക, മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ വെറുതെ ഇവിടെ നോക്കിയിരിക്കരുത്, ടെക്സ്റ്റ് നോക്കിയിരിക്കണം. ഓക്കെ. ഇപ്പോൾ ടെക്സ്റ്റിൽ കിലോഗ്രാം നിങ്ങൾ ഫണ്ടമെൻ്റലിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. കിലോഗ്രാം, കിലോമീറ്റർ, സെക്കൻഡ്, മോള്, ഇങ്ങനെയല്ലേ. അപ്പം ഞാനിവിടെ എടുത്തുതരാം. എന്താ, കിലോഗ്രാം, ഓക്കെ, കിലോഗ്രാം ഉണ്ട്. സെക്കൻഡ്, ഓക്കെ, സെക്കൻഡും ഉണ്ട്. മോളും ഉണ്ട്. എന്നാൽ കിലോമീറ്റർ ഉണ്ടാ, അപ്പോൾ കിലോമീറ്റർ അതിലില്ല, ഫണ്ടമെൻ്റലില്ല. ഉത്തരം എന്തായിരിക്കും ഇതിൽ, കിലോമീറ്റർ. അപ്പോൾ എന്താ എഴുതിയേക്കേണ്ടത്, കിലോമീറ്റർ. ബാക്കി കിലോഗ്രാം, പിന്നെ സെക്കൻഡ്, മോള് ഒക്കെ എന്താണ്, ഇവയൊക്കെ SI യൂണിറ്റുകളാണ്. SI യൂണിറ്റ്സ് ആണ്. ബാക്കിയൊക്കെ ഏതൊക്കെയാണ്, കിലോഗ്രാം, സെക്കൻഡ് ആൻഡ് മോൾ ആർ SI യൂണിറ്റ്സ്. പിന്നെന്താണ്, കിലോമീറ്റർ ഈസ് നോട്ട് എ SI യൂണിറ്റ് ഓർ ബേസ് യൂണിറ്റ്. അത് SI യൂണിറ്റ് അല്ല. അതേപോലെ തന്നെ രണ്ടാമത്തത് എന്താണ്, സമയം, പരപ്പളവ്, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത. അതിലും അങ്ങനത്തെ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ അതിലും ഏതായിരിക്കും, പരപ്പളവല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഡിറൈവ്ഡ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. പിന്നെ എന്താ ചെയ്യുക, SI യൂണിറ്റ് അല്ല. എന്താ ചെയ്യുക, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല. മറ്റേ യൂണിറ്റ് ആയിരുന്നു തന്നത്, ഇത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് തന്നിട്ടുള്ളത്, അടിസ്ഥാന അളവുകളാണ്. അപ്പോൾ എന്താ ചെയ്യുക, അതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ആരൊക്കെയാണ്, സമയം, മാസ്, വൈദ്യുത പ്രവാഹ തീവ്രത, അതായത് ഇലക്ട്രിക് കറണ്ട്, ടൈം, മാസ് ആർ എന്താണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, അടിസ്ഥാന അളവുകൾ. ആൻഡ് പരപ്പളവ്, ഏരിയ ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്, പരപ്പളവ്. ബാക്കിയൊക്കെ എന്താണ്, ബാക്കിയൊക്കെ ഫണ്ടമെൻ്റലാണ്, അത് മാത്രം എന്താണ്, ഡിറൈവ്ഡ് ആണ്. അടുത്ത മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഡിഗ്രി സെൽഷ്യസ്. അതിലേതാ ഉത്തരം വരിക, ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ എന്താണ്, കെൽവിൻ അല്ലേ പഠിച്ചിട്ടുള്ളത്, കെൽവിൻ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് എന്താണ്, SI യൂണിറ്റ് അല്ല. അപ്പോൾ യൂണിറ്റും ക്വാണ്ടിറ്റീസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയണം. അതായത് അടിസ്ഥാന അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ മാസ് എന്ന് പറയുമ്പോൾ, യൂണിറ്റ് പറയുമ്പോൾ കിലോഗ്രാമാണ്. യൂണിറ്റുകൾ കിലോഗ്രാം, ഗ്രാം, മീറ്റർ ഇങ്ങനെയുള്ളതിനാണ് യൂണിറ്റ് പറയുക. അല്ല, SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ യൂണിറ്റ് ആയിരിക്കണം. അപ്പോൾ ആ ഉത്തരം കിട്ടിയില്ലേ. ഇനി അടുത്തത് കണ്ടില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ, അതായത് മീറ്ററുമായുള്ള ബന്ധം പൂരിപ്പിക്കാനാണുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്, 1000 മീറ്റർ. കിലോമീറ്ററും മീറ്ററും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ, അപ്പോൾ 1000ൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 മീറ്ററും മില്ലിമീറ്ററും തമ്മിൽ വലിയ വ്യത്യാസമില്ല. മില്ലിമീറ്റർ കുഞ്ഞതാണ്, മീറ്റർ വലുതാണ്, അപ്പോഴും 1000ൻ്റെ വ്യത്യാസമുണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്ററാണ്. പിന്നെ എത്ര സെൻറ്റിമീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആവുക, നമ്മളൊരു സ്കെയിൽ ആലോചിച്ചാൽ മതി. 100 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ ചേർന്നാലാണ് അത് 1 മീറ്റർ സ്കെയിൽ ആവുക. നമ്മളെ ലാബിലൊക്കെ ഉണ്ടാവും മീറ്ററിൻ്റെ സ്കെയിൽ. പിന്നെ അടുത്തത്
നമുക്ക് മാറ്റി എഴുതാനാണ്. SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതാനാണ് തന്നിട്ടുള്ളത്. കൺവേർട്ട് ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ് ടു SI യൂണിറ്റ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദർ വാല്യൂസ്. അപ്പോൾ വാല്യൂ മാറ്റാതെ എന്ത് ചെയ്യാനാണ്, അത് SI യൂണിറ്റിക്ക് മാറ്റാനാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധം 1000-ലാണ്. അപ്പോൾ ഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമാണ്, അതിനെ നമ്മൾ വലിയ കിലോഗ്രാമിക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. കിലോഗ്രാമിക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യുക, ചെറുതിനെ ഹരിക്കുകയല്ലേ ചെയ്യുക. എന്തായിട്ട് 1000 അവർ തമ്മിലുള്ള ബന്ധം. അപ്പോൾ 1000 എന്ത് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അപ്പോൾ കണ്ടില്ല, 1000 ഹരിച്ചപ്പോൾ 2 കിലോ കിട്ടി. പിന്നെ അതേപോലെ 1 മണിക്കൂർ, 1 അവറിനെ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂർ വെച്ചാൽ അത് ഞാൻ വീഡിയോയിൽ എടുത്തിരുന്നത് 60 മിനിറ്റാണ്. 60 മിനിറ്റ് ചേർന്നാലാണ് 1 മണിക്കൂർ. അപ്പോൾ അതിനെ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് പറഞ്ഞാൽ എത്രയാണ്, 60 സെക്കൻഡ്. അപ്പോൾ 60 × 60 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3600 സെക്കൻഡ് കിട്ടും. അതാണ് 1 മണിക്കൂർ. പിന്നെ 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്ററിന് നമ്മൾ മീറ്ററിലേക്ക് ആക്കണം. കിലോമീറ്ററാണ് വലുത്, മീറ്ററാണ് ചെറുത്. അപ്പോൾ ചെറുതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വലുതിനെ എന്ത് ചെയ്യുക, ഗുണിക്കുകയും ചെയ്യേണ്ടത്. ചെറുത് തന്നിട്ടുണ്ടെങ്കിലാണ് ഹരിക്കേണ്ടത്, വലുത് തന്നുകൊണ്ട് അതിന് ഗുണിക്കണം. എത്ര 1000. അപ്പോൾ 1500 മീറ്ററിന് കിട്ടും. പിന്നെ 200 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ നമ്മൾ പറഞ്ഞു, 100 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ ചേർന്നാൽ 1 മീറ്റർ ആവും. അപ്പോൾ 200 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ ചേർന്നാൽ എത്ര ആയിരിക്കും, 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. അപ്പോൾ അത്ര ഉള്ളത്. പിന്നെ നമ്മളോട് അസെൻഡിങ് ഓർഡർ, അതായത് ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, അതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത് അസെൻഡിങ് ഓർഡറിൽ. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ ഏറ്റവും വലുത് ഫസ്റ്റ് എഴുതുക, പിന്നെ അത് ചെറുതാക്കി കൊണ്ടുപോകുക. അപ്പോൾ ക്വിൻ്റലാണ് ഏറ്റവും വലുത് അല്ലേ, ക്വിൻ്റൽ. പിന്നെ നമ്മൾ ടണ്ണ് പഠിച്ചിട്ടുണ്ട്. ടണ്ണ് എന്താണ്, അതിലും വലുതാണ്. അപ്പോൾ ടണ്ണ് ഇതിൽ തന്നിട്ടില്ല, അപ്പോൾ എന്തായിരിക്കും വലുത്, ക്വിൻ്റലായിരിക്കും. ക്വിൻ്റലുണ്ട്. പിന്നെ കിലോഗ്രാമിനെക്കാട്ടി ചെറുതല്ലേ ഗ്രാം. 1 കിലോ തക്കാളിനെക്കാട്ടി ചെറുതല്ലേ 100 ഗ്രാം കുരുമുളകൊക്കെ, അതിനെക്കാട്ടി ചെറുതായിരിക്കും മില്ലിഗ്രാം. ഈ മില്ലി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ചെറുതായിരിക്കും. അതിലും ചെറുതായിരിക്കും മൈക്രോ എന്ന് പറയുമ്പോൾ അതിലും ചെറുതായിരിക്കും. നമ്മൾ മൈക്രോമീറ്ററൊക്കെ പഠിച്ചിട്ടില്ലേ, അത് അതിലും ചെറുതായിരിക്കും, കുഞ്ഞതാണ്. പിന്നെ മില്ലി ആയിരിക്കും അതിനെക്കാട്ടി വലുത്. പിന്നെ ഗ്രാം, പിന്നെ കിലോഗ്രാം, പിന്നെ ക്വിൻ്റലിനെക്കാട്ടി വലുത് എന്തുണ്ട്, ടണ്ണുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വിലയിരുത്താത്ത ക്വസ്റ്റ്യൻസും. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.